നമുക്കറിയാം കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോ ഇവിടെ ഒരുപാട് സമരങ്ങളുമായി ഇടതുപക്ഷത്തിന്റെ ആളുകൾ കടന്നുപോയി. പിണറായി വിജയന്റെയും അതുപോലെ തന്നെ അച്യുതാനന്ദന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിനായി ഒരുപാട് സമരങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിലായി ഇന്ന് കേരളത്തിൽ 2 മാസത്തോളമായി കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് പറയുന്ന സോളാർ വിഷയം. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉമ്മൻചാണ്ടി രാജിവെക്കാൻ നിങ്ങൾ പരിശോധിക്കണം. പിണറായി വിജയൻ പറയുമ്പോ, കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോ, അച്യുതാനന്ദൻ പറയുമ്പോ ഉമ്മൻചാണ്ടി എന്തിനു വേണ്ടിയാണ് രാജിവെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും സുവ്യക്തമായ ഒരു കാരണം നിർത്താൻ ഈ നേതാക്കന്മാർക്ക് ഈ കേരളത്തിന്റെ ഭൂമണ്ഡലത്തിൽ അച്യുതാനന്ദനോ കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ പൊന്നൻ രവീന്ദ്രനോ ചന്ദ്രചൂഡനോ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഉമ്മൻചാണ്ടി ഇത്ര രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറയാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയിട്ടുണ്ടോ? 11 കോടി രൂപയുടെ തട്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 11 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിലെ ജനങ്ങളുടെ ഏതെങ്കിലും ആളുകൾ ജനങ്ങളുടെ സർക്കാരിന് കൊടുത്ത പണത്തിൽ നിന്ന് ഒരു നയാ പൈസകളുടെ തട്ടിപ്പ് നടന്നിട്ടില്ല. കേരളത്തിന്റെ സർക്കാർ ഫണ്ടിൽ നിന്ന് 1 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ല. സോളാർ വിഷയം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ നടത്തിയ ഒരു തട്ടിപ്പാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോ സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ശബരിനാഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നീണ്ട നടത്തിയിട്ടല്ലാത്ത ചെറുപ്പക്കാരൻ, 21 വയസ്സ് മാത്രമുള്ള ശബരിനാഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കോടാനുകോടിയുടെ രൂപ തട്ടിപ്പ് നടത്തി, ടോട്ടൽ ഫോറിയോ തട്ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോയപ്പോ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചിട്ടുണ്ടോ? അന്ന് അച്യുതാനന്ദൻ രാജിവെച്ചിട്ടുണ്ടോ? ആ തട്ടിപ്പ് നടത്തിയ ശബരിനാഥുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിനകത്ത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോ എന്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ധാർമ്മികത പറയുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് രായ്ക്കുരാവാനും ഉരുവിടുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ട് രാജിവെച്ചില്ലാതെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിക്കണം. നമുക്കറിയാം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, ആ നൊട്ടോറിയസ് ക്രിമിനൽ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ടായിരുന്നു. ആ ഭാര്യ കൊല്ലപ്പെടുന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴല്ല, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നൊട്ടോറിയസ് ക്രിമിനൽ സ്വന്തം ഭാര്യയെ അമിതമായി മദ്യം നൽകി അവസാനം ദാരുണമായി കൊലപ്പെടുത്തിയ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിനകത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കൊലക്കുറ്റത്തിനകത്ത് കേസെടുക്കേണ്ടത് നോട്ട് 2 എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിന്റെ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം ചുമത്തണം. പക്ഷേ ആ കേസിനകത്ത് കൊലക്കുറ്റം ചുമത്തിയോ? കോടിയേരിയുടെ പോലീസ്, അച്യുതാനന്ദന്റെ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ആ കാലത്ത് ബിജു രാധാകൃഷ്ണൻ നേരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തില്ല. ആ ബിജു രാധാകൃഷ്ണൻ നേരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. ഇവിടെ കേരളത്തിനകത്ത് ചർച്ചയായ വിഷയമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, ഒരുപറ്റം മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും ദീപവും എല്ലാം ഉയർത്തിവന്ന ചോദ്യമുണ്ട്, ചർച്ചയുണ്ട്. സോളാർ വിഷയം ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ജൂൺ മാസം 11-ാം തീയതിയാണ്. ജൂൺ മാസം 11-ാം തീയതിയാണ് സോളാർ വിഷയത്തെക്കുറിച്ച് ആദ്യ ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ വരുന്നത്. ഒരുപാട് ചർച്ചകൾ വന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 11-ാം തീയതി വരുന്ന ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെയ് 25-ാം തീയതി, ആ മെയ് 25-ാം തീയതി ബിജു രാധാകൃഷ്ണനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. നിങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ സരിത നായർ എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരി, ആ തട്ടിപ്പുകാരിക്കെതിരെ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്തത് ജൂൺ മാസം 7-ാം തീയതിയാണ്. ജൂൺ മാസം 7-ാം തീയതി സരിതയെ അറസ്റ്റ് ചെയ്യുന്നു. മെയ് 24-ാം തീയതി, മെയ് 25-ാം തീയതി ബിജു രാധാകൃഷ്ണനെ കേസെടുക്കുന്നു കൊലക്കുറ്റത്തിന്. അങ്ങനെ കേസെടുത്ത് മുന്നോട്ട് പോയി ഈ തട്ടിപ്പുകാരികളെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയും ഗവൺമെന്റും
നിങ്ങൾ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ഓഫീസാണ് ഈ കേസിനകത്ത് പങ്കാളിത്തം വഹിച്ചതെന്ന്. ഞാൻ ഒരു കാര്യം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് നിങ്ങൾക്കറിയാൻ സാധിക്കും. ലോകത്തിനകത്തെ ഭരണാധികാരികൾ, ഇന്ത്യ രാജ്യത്തിനകത്തെ ഒരു ഭരണാധികാരി ഈ ഉമ്മൻചാണ്ടി, ഇന്ത്യൻ കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുണ്ട്. അത് ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, അതുപോലെ തന്നെ ബർമയും മ്യാൻമാറും മാലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന ഒരു ഇന്ത്യൻ കോണ്ടിനെന്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഒരു ഭരണാധികാരിക്ക് UN കൊടുക്കുന്ന ഒരു പുരസ്കാരമുണ്ട്. സിവിൽ സർവീസിന് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് കേരളത്തിലെ ഗവൺമെന്റിനാണ് കിട്ടിയത്. കേരളത്തിലെ ഗവൺമെന്റ് ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് UN നേതൃത്വത്തിലുള്ള ഒരു അവാർഡ് കിട്ടി. ഏറ്റവും നല്ല ജനകീയനായ ഒരു ഭരണാധികാരി എന്ന് കേരള സർക്കാർ എന്ന് മനസ്സിലാക്കി അങ്ങനെ സർക്കാരിന്റെ തലവനായ ഉമ്മൻചാണ്ടിക്ക് ആ അവാർഡ് കൊടുത്തു. ഇവിടെ ആക്ഷേപങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി അവാർഡ് വാങ്ങി തട്ടിപ്പാടുന്നു, പത്രത്തിൽ വാർത്ത വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റിലെ അവാർഡ് വാങ്ങുക? നമുക്കറിയാൻ സാധിക്കും, ഒരു മാധ്യമ പ്രവർത്തകർക്ക് അവാർഡ് കിട്ടിയാൽ, ഇന്ത്യ വിഷക് ചാനൽ അവാർഡ് കിട്ടിയാൽ ഇന്ത്യ വിഷക് ചാനലിന്റെ ഏറ്റവും ഉന്നതനായ വ്യക്തിയല്ലേ ആ അവാർഡ് വാങ്ങേണ്ടത്? റിപ്പോർട്ടർ ചാനൽ അവാർഡ് കിട്ടിയ റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും വലിയ സീനിയറായ മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാറിനെ അത് വാങ്ങേണ്ടത്? അതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് അവാർഡ് കിട്ടിയപ്പോ അത് വാങ്ങാൻ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഏതെങ്കിലും ടൂറിനെ അയക്കാൻ സാധിക്കോ? കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ദുബായിൽ പോയി അത് വാങ്ങാൻ സാധിക്കുമോ? അയക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ സർക്കാരിന്റെ അധിപനായ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സർക്കാരിന് വേണ്ടി ആ അവാർഡ് വാങ്ങാൻ ദുബായിലേക്ക് പോയത്. ആ ദുബായിൽ പോയി അവാർഡ് വാങ്ങി അദ്ദേഹം ദുബായിൽ നിന്ന് എയർപോർട്ടിലേക്ക് കടന്നു വരുന്നു. എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ദുബായ് എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ വരുന്നു. എന്താണ് ഫോണ്? ഈ സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായരുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു അംഗം, പേഴ്സണൽ അസിസ്റ്റന്റായ ഒരു അംഗം, ആരാണ് ജോപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പങ്കാളിത്തമുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു, എന്താണ് നിയമം നിയമത്തിന്റെ വെളിക്ക് പോകട്ടെ. ആരാണ് പ്രിയപ്പെട്ടവരെ PA എന്ന് പറയുന്നത്? PA എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരാള് പത്രം എടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ പത്രം എടുത്ത് കൊണ്ടുവരുന്ന ആളാണ്. പേപ്പർ എടുത്ത് വരണമെന്ന് പറഞ്ഞാൽ പേപ്പർ എടുത്ത് വരുന്നവരാണ്. ചായ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചായ കൊണ്ടുവരുന്നവരാണ്. യാതൊരു അധികാരവുമില്ലാത്ത ഒരു വ്യക്തിയാണ് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നതിനകത്ത്. പ്രൈവറ്റ് സെക്രട്ടറി അല്ല, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി അല്ല, കേവലം ഒരു സാധാരണക്കാരനായ ഒരു സഹായി ജോപ്പൻ. ആ ജോപ്പനെതിരായി നടപടി വന്നപ്പോ ഉമ്മൻചാണ്ടി ആ ജോപ്പനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. ആക്ഷേപം ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഈ കോടിയേരി ബാലകൃഷ്ണൻ MLA ആയി തലശ്ശേരി പട്ടണത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയില്ലേ, കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു PA ഉണ്ടല്ലോ, തലശ്ശേരിയിലെ ധർമ്മടത്തുള്ള ബാബു എന്ന് പറയുന്ന സദു എന്ന് പറയുന്ന സദാനന്ദൻ. ആ സദാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ നിഴലാണ്. ആ സദാനന്ദൻ കോടിയേരിയുടെ PA അല്ല, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ പ്രൈവറ്റ് സെക്രട്ടറി സദാനന്ദൻ 5 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് വാർത്ത വന്നില്ലേ? കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ എന്തേ കോടിയേരി ബാലകൃഷ്ണൻ നടപടിയെടുത്തോ? ഓഫീസുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടത്തിയെന്ന് ആക്ഷേപം വന്നില്ലേ? എന്താ നടപടിയെടുത്തത്? സദുവിനെതിരെ പാർട്ടികളുടെ അന്വേഷണമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേക സംവിധാനമാണ്. നീതിന്യായ വ്യവസ്ഥയൊന്നും സംരക്ഷിക്കാത്ത പാർട്ടിയാണ്. അവരുടെ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് പാർട്ടി കമ്മിറ്റിയാണ്. അല്ല എങ്കിൽ P ശശി ഇന്ന് ഈ തലശ്ശേരി കോടതിയിൽ പോയി ഇന്ന് പ്രാക്ടീസ് ചെയ്യോ? നിങ്ങൾക്കെല്ലാം അറിയാലോ. പാർട്ടി നടപടിയെടുത്തു, ശശിക്കെതിരെ നടപടിയെടുത്തതുപോലെ സദുവിനെതിരെ നടപടിയെടുത്തു. പക്ഷേ ഉമ്മൻചാണ്ടി ജോപ്പനെതിരെ പാർട്ടിയുടെ നടപടിയല്ല എടുത്തത്. ജോപ്പൻ തെറ്റുകാരനാണ് എന്ന് കണ്ടപ്പോ ജോപ്പനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടക്കാനുള്ള ഏറ്റവും ഉത്സവമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ മുഖ്യമന്ത്രിയാ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിഷേധിക്കാൻ സാധിക്കോ CPM-മാരെ നിങ്ങൾക്ക്? ഇവിടെ മാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകന്മാരെ ചോദിക്കുന്നു, നിങ്ങൾ കൂട്ടി വായിക്കണം. കോടിയുടെ കാലത്ത് സദുവിനെതിരെ എന്ത് നടപടിയെടുത്തു? ഉമ്മൻചാണ്ടിയുടെ PA ആയിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റന്റായ ജോപ്പനെതിരായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് നടപടിയെടുത്തുവെന്ന് ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുന്നവർ പരിശോധിക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ എന്തെല്ലാം ആരോപണങ്ങളാണ് അതിനുശേഷം ഉയർത്തിയത്? കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു.
നിയമസഭയെല്ലാം തടസ്സപ്പെടുത്തുന്നു. ഞാൻ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ഓരോ ദിവസവും പത്രത്തിലൂടെ പറയുന്നു, എന്താണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സരിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സരിതയുമായി സംസാരിച്ചിരിക്കുന്നു. ഒരു മാധ്യമത്തിൽ ഒരു ദിവസം ഫ്ലാഷ് ന്യൂസാണ്, ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയപ്പോ വിജ്ഞാൻ ഭവനിൽ വെച്ച് സരിത നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ ഫ്ലാഷ് ന്യൂസ് വന്നു. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ നിന്ന് കൈരളി ചാനലിനേക്കാളും രൂക്ഷമായ രൂപത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു, എന്താണ് ഉമ്മൻചാണ്ടി സരിത എസ് നായർ എന്ന് പറയുന്ന ഈ ഏറ്റവും വലിയ നോട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള ഈ സ്ത്രീയുമായി വിജ്ഞാൻ ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതിന്റെ വിഷ്വലില വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു മാധ്യമപ്രവർത്തകൻ, റിപ്പോർട്ടർ ചാനൽ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു മുന്നോട്ട് പോയി വിഷ്വലിൽ കാണിച്ചു. കേരളത്തിലെ നിയമസഭയിൽ തോമസ് ഐസക് ഉൾപ്പെടെ AK ബാലൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, സുനിൽകുമാറിനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞു, മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾ രാജിവെക്കണം, നിങ്ങൾ സരിത നായരുമായി നിങ്ങൾ സംസാരിക്കുന്നു, ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറയുന്നു ഞാൻ സരിതയെ കണ്ടിട്ടില്ല എന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വെച്ച് പറഞ്ഞു, ഞാൻ സരിതയെ കണ്ടിട്ടില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? പ്രിയപ്പെട്ടവരെ, അന്വേഷിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, കേരളത്തിൽ കണ്ണൂരിൽ നമുക്കറിയാം, തലശ്ശേരി മേഖലയിൽ, അതുപോലെ തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ രാത്രികാലങ്ങളിൽ നമുക്കവിടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. എന്താണ് രാത്രികാലങ്ങളിലുള്ള യാത്ര? കർണാടക സർക്കാർ നിരോധിച്ചിരിക്കുന്നു. പലവട്ടം കേരളത്തിലെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളുമെല്ലാം BJPയുടെ എന്നിട്ട് ഗവൺമെന്റുമായി സമ്പർക്കത്തിലേർപ്പെട്ടു, സംസാരിച്ചു. പക്ഷേ ഒരു തീരുമാനം ഉണ്ടായില്ല. അങ്ങനെ അവസാനം കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തിയപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു. ഇതിനകത്തൊരു പരിഹാരമുണ്ടാകണം, അങ്ങനെ പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കോഴിക്കോടിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ MK രാഘവനും അതുപോലെ തന്നെ വയനാടിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ MI ഷാനവാസും കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ കേസിനകത്ത് ക്രിയാത്മകമായ നിലപാടെടുക്കണം. ഈ കേസ് സുപ്രീം കോടതിയിൽ ബാധിക്കുന്നത് വീണ മാധവൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വീണ മാധവൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉജ്ജ്വലയായ ഒരു അഭിഭാഷകയാണ് കേരളത്തിന് വേണ്ടി ഹാജരാവുന്നത്. അവരുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ഹൌസിന്റെ ഉമ്മറത്ത് വെച്ച് ഈ അഡ്വക്കേറ്റ് വീണ മാധവനുമായി സംസാരിക്കുന്ന വിഷ്വലാണ് റിപ്പോർട്ടർ ചാനൽ യാതൊരു മാന്യതയുമില്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടുകൊടുത്തത്. ആ സ്ത്രീയുടെ മുഖം റിപ്പോർട്ടർ ചാനൽ കാണിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മുഖവും അതുപോലെ തന്നെ ആ സംസാരിക്കുന്ന സ്ത്രീയുടെ പുറകുവശം മാത്രമാണ് ആ റിപ്പോർട്ടർ ചാനൽ വിഷനിലൂടെ പുറത്തുവിട്ടത്. ഉമ്മൻചാണ്ടി വെല്ലുവിളിച്ചു, നിങ്ങൾ അവിടെ കാണിക്കുമോ ആ വിഷയത്തിനകത്ത് സരിത എസ് നായരുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോ കോടിയേരി ബാലകൃഷ്ണനും തോമസ് ഐസക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നിയമസഭയിൽ നിന്ന് ആക്ഷേപം പിൻവലിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ആരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സരിത എസ് നായർ നമ്മുടെ ഒരു പാറമട ശ്രീധരൻ നായർ എന്ന് പറയുന്ന ശ്രീധരൻ നായരെയും കൊണ്ടായിരുന്നു കളി. പാറമട ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഇടുക്കി പത്തനംതിട്ടയിലുള്ള ഒരു കൃഷക വ്യാപാരിയാണ്, അല്ലെങ്കിൽ കൃഷക വ്യവസായിയാണ്. ആ വ്യവസായിയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഏറ്റവും അവസാനമായി ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകൾ ശ്രീധരൻ നായരുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് രാജിവെക്കണം എന്ന് പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ ശ്രീധരൻ നായർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്? 164 സ്റ്റേറ്റ്മെന്റിനകത്ത് ശ്രീധരൻ നായർ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സരിത എസ് നായർക്ക് പണം കൊടുത്തത് എന്ന് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെയും 1-2 CPM നേതാക്കന്മാരും ആ CPM നേതാക്കന്മാരും പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ശ്രീധരൻ നായർ റിപ്പോർട്ടർ ചാനലിനകത്ത് എന്ന് പറയുന്നു, ഉമ്മൻചാണ്ടിയാണ് സരിതയോട് പറഞ്ഞത് എനിക്ക് അല്ലെങ്കിൽ പണം തരാനുള്ള സാഹചര്യം എനിക്കത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് ഞാൻ സരിതയ്ക്ക് പണം കൊടുത്തതെന്ന് പാറമട ശ്രീധരൻ നായർ പറഞ്ഞു. നിങ്ങൾ പരിശോധിക്കണം, ആളുകളെല്ലാം വിശ്വസിച്ചു. പക്ഷേ ആ വിഷ്വൽ കണ്ട ആളുകൾക്ക് മുഴുവനായി അറിയാൻ സാധിക്കും എന്താണ് പാറമട ശ്രീധരൻ നായർ എന്ന് പറയുന്ന ആ ശ്രീധരൻ നായർ ആദ്യമായി ഒരു പെറ്റീഷൻ കൊടുത്ത് പത്തനംതിട്ട കോടതിയിൽ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 സെക്കൻഡിൽ ഒരു പരാതി കൊടുത്തത് എന്താണ്? സരിത എസ് നായരും ബിജു എസ് നാരായണനും
ബിജു രാധാകൃഷ്ണനും അതുപോലെ തന്നെ ടീം സോളാർ കമ്പനിയും കൂടി എന്നെ തട്ടിപ്പ് നടത്തി വഞ്ചിച്ചുവെന്ന ഒരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത് പരാതി അന്വേഷിക്കണമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി. ആ പോലീസ് അന്വേഷണം നടത്തുന്ന സമയത്ത് ഒരു സ്ഥലത്തും പാറമട ശ്രീധരൻ നായർ എന്ന് പറയുന്ന ആ മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ പണം കൊടുത്തത് എന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പാറമട ശ്രീധരൻ നായർ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടാണ് പണം കൊടുത്തത് എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ അർത്ഥസംഘടനയില്ലാതെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പാറമട ശ്രീധരൻ നായർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പത്രക്കുറിപ്പ്, ആ പത്രക്കുറിപ്പ് പത്തനംതിട്ടയിലെ പത്രം ഓഫീസുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് പാറമട ശ്രീധരൻ നായരുടെ മൂത്ത മകനും അതുപോലെ തന്നെ അവിടെയുള്ള കേരള കൗമുദിയുടെ റിപ്പോർട്ടറും കൂടിയാണ് എല്ലാ പത്രം ഓഫീസുകളിലേക്കും പാറമട ശ്രീധരൻ നായർ എഴുതി ഒപ്പിട്ട പത്രക്കുറിപ്പ് കൊടുത്തത് ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവസാനം പാറമട ശ്രീധരൻ നായരെ ഒരു 2-3 CPM-മാർ പിടിച്ചു. അതിശയം 8 ദിവസത്തോളം പാറമട ശ്രീധരൻ നായരെ ആരും കണ്ടിട്ടില്ല. 8 ദിവസം അജ്ഞാതവാസത്തിലേക്ക് പോയ പാറമട ശ്രീധരൻ നായർ ഒരു ദിവസം രാത്രി എന്താണ് ഒരു റിപ്പോർട്ടർ ചാനലിന്റെ പരിപാടിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. നികേഷ് കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും വലിയ ഉന്നതനായ മാധ്യമപ്രവർത്തകൻ ആ പാറമട ശ്രീധരൻ നായരെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. നികേഷ് കുമാറും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും പറഞ്ഞിരിക്കുന്നു, ഇതാ ഉമ്മൻചാണ്ടിയുടെ കഥ ഇതാ കഴിഞ്ഞിരിക്കുന്നു. ചാനലിലെ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ആവേശമുണ്ടായത്. ഈ കേരളത്തിലെ ഗവൺമെന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഊണും ഉറക്കവുമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അതര വ്യായാമം ചെയ്തുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ മാധ്യമ സംസ്കാരത്തിനൊന്നും എതിരല്ല, ഞങ്ങൾ മാധ്യമ പ്രവർത്തനം എതിരല്ല. അങ്ങനെ മാധ്യമ പ്രവർത്തകന്മാരെ ആക്രമിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക്, പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. പാറമട ശ്രീധരൻ നായർ കൊടുത്ത റിപ്പോർട്ട് അഭിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ സരിത നായർക്ക് പണം കൊടുത്തത് എന്ന് അദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു വക്കീൽ നോട്ടീസ്, ഈ പാറമട ശ്രീധരൻ നായർ ഒരു വക്കീൽ നോട്ടീസ്, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പത്തനംതിട്ടയിലെ കോടതിയിൽ പാറമട ശ്രീധരൻ നായരുടെ ഗുണത്തൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയച്ചത് ഒന്ന് ബിജു രാധാകൃഷ്ണനാണ്, സരിത നായർക്കാണ്, ടീം സോളാർ കമ്പനിക്കാണ്. ആ വക്കീൽ നോട്ടീസിനകത്ത് വളരെ സുവ്യക്തമായി പറയുകയാണ് എന്താണ്. ആ വക്കീൽ നോട്ടീസിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇത്ര രൂപ കൊടുത്തിരിക്കുന്നു, ഞാൻ 40 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിരിക്കുന്നു, 40 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിരിക്കുന്നു. ഈ സോളാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചിങ്ക എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് സ്ഥലം കാണിക്കുന്നതിന് വേണ്ടി എന്നെയും കൂട്ടി സരിത നായർ അവിടെ പോയിരുന്നു. ഞാനത് കണ്ടിരുന്നു. അതിനുശേഷം എന്റെ ഓഫീസിൽ വെച്ച് ഞാൻ അവർക്ക് MOU എന്ന് പറയുന്ന മെമ്മോറാണ്ടം ഒപ്പിട്ട് ചെക്ക് കൊടുത്തിരിക്കുന്നു. 24-ാം തീയതിയാണ് ആ ചെക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെക്ക് കൊടുത്ത് 30-ാം തീയതി ആ ചെക്കിനകത്ത് നിന്ന്, പ്രിയപ്പെട്ടവരെ, 40 ലക്ഷം രൂപയുടെ ചെക്കാണ്. അതിനകത്ത് 2 ചെക്ക് അവിടെ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. നമുക്കറിയാൻ സാധിക്കും, ചെക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാലോ, പണം കൊടുക്കുന്നതിന് പോലെ തുല്യമാണ് ചെക്കിന്റെ ആ പരിധി. ഒരു ചെക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പണം കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അത്രയും വിശ്വസ്തതയുള്ള ഒരു സംവിധാനമാണ് ക്രയവിക്രയം നടക്കുമ്പോൾ ചെക്ക് എന്ന് പറയുന്നതിന് സംവിധാനം അതാണ്. ആ ചെക്ക് കൊടുത്ത് പണം വിനിമയം നടത്തി മുന്നോട്ട് പോയി. 30-ാം തീയതി പണം നിർദ്ധരിച്ചു എന്ന് പറയുന്ന ശ്രീധരൻ നായർ കൊടുത്ത വക്കീലിന്റെ ഗുണത്തം കൊടുത്ത ആ അഭിനവിച്ചിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ അഭിനവിച്ചിനകത്ത് അവസാനം കോടതിയിൽ കൊടുത്ത പരാതിയിലാണ് ഈ പാറമട ശ്രീധരൻ നായരുടെ വക്കീലിന്റെ ഗുണത്തൻ ഉമ്മൻചാണ്ടി എന്ന പേര് കറുത്ത മഷിയിലാണ് ആ പരാതി തയ്യാറാക്കിയത്. ആ പരാതി തയ്യാറാക്കി കറുത്ത മഷിയിൽ എഴുതിയ ഒരു പരാതി, അതിന്റെ 2-ാം പേജിനകത്ത് 7-ാം കോളത്തിനകത്ത് ഏറോ മാർക്കിട്ടാണ് ഉമ്മൻചാണ്ടി എന്ന് എഴുതിച്ചത്. ആ ദിവസത്തിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എന്താണ് പാറമട ശ്രീധരൻ നായരല്ല എന്നോട് ആ പേര് ചേർക്കാൻ പറഞ്ഞത്, എന്റെ വക്കീലാണ്. ആരാണ് പ്രിയപ്പെട്ട വക്കീൽ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, കോഴഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPI എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്.
പടവലങ്ങ പോലെ താഴോട്ട് വളരുന്ന പന്നൻ രവീന്ദ്ര മുടി പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സെക്രട്ടറി, ബ്രാഞ്ച് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി, ആ ജോയിന്റ് സെക്രട്ടറി വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ ഉമ്മൻചാണ്ടി എന്ന പേര് ആ പരാതിയുടെ 2ാം ഖണ്ഡികയിൽ 7ാമത്തെ കോളത്തിനകത്ത് ഏറോമാർക്കിട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് കരുതുന്ന ആ ദിവസം പറയുമ്പോ ഒരു വലിയ ഗൂഢാലോചനയാണ് പുറത്തു വന്നതെന്ന് പറയുമ്പോ ഇത് തെളിയിക്കാൻ ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോ ഇത് ശരിയല്ല എന്ന് പറയാൻ ഇവരെയുള്ള ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ സാധിച്ചോ? ഇവരെയുള്ള ഏതെങ്കിലും കോടിയേരി ബാലകൃഷ്ണനോ അച്യുതാനന്ദനോ പിണറായി വിജയനോ പന്നൻ രവീന്ദ്രനോ സുനിൽകുമാറിനോ സാധിച്ചിട്ടുണ്ടോ? വളരെ സുരക്ഷമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ്. ആ റിപ്പോർട്ടിനകത്ത് അഭിമുഖം കാണുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും. എന്താണ് പാറമട ശ്രീധരൻ നായർ പറഞ്ഞത്? ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു സബ്സിഡിയുടെ കാര്യമെല്ലാം സരിത പറഞ്ഞിട്ടില്ലേ എന്ന്. ഉമ്മൻചാണ്ടി ചോദിച്ചു സബ്സിഡിയുടെ കാര്യമെല്ലാം സരിത പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പണം കൊടുത്തതെന്ന് ശ്രീധരൻ നായർ പറയുമ്പോ ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കോൺഗ്രസുകാരനായിരുന്നു, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കോൺഗ്രസുകാരനായ ശ്രീധരൻ നായർ പ്രിയപ്പെട്ടവരെ 3 കോടി രൂപ സർക്കാരിനെ പറ്റിച്ച ഏറ്റവും വലിയ കാട്ട് കള്ളനാണ്. ആ ശ്രീധരൻ നായർ ചില നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചു വെച്ചപ്പോ ഏറ്റവും അവസാനമായി ആ പമ്പരവിളി പറയാൻ മറന്നുപോയി. എന്താണ്? സരിതയെ എനിക്കറിയില്ല. ഈ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞാണ് ഞാൻ ഈ സരിതയാണെന്ന് അറിയുന്നത്. ആ സമയത്തെല്ലാം എന്നോട് പറഞ്ഞത് ലക്ഷ്മി നായർ എന്നാണ്. ലക്ഷ്മി നായർ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതെന്ന് ശ്രീധരൻ നായർ ആദ്യം അഭിമുഖത്തിനകത്ത് പറയുന്നു. നികേഷ് കുമാറോട് പറയുന്നു എനിക്ക് സരിതയെ അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ ആ ശ്രീധരൻ നായർ പറയുന്നു എന്താണ്? ഉമ്മൻചാണ്ടി ചോദിച്ചില്ലേ, സരിത പറഞ്ഞില്ലേ ശക്തിയുടെ കാര്യമെന്ന് പറയുമ്പോ ആ അഭിമുഖത്തിന്റെ അവസാന ഖണ്ഡികയിൽ ഈ നാണംകെട്ട പമ്പര വിട്ടി മാധ്യമപ്രവർത്തകരോട് പറയുന്നു എനിക്ക് സരിതയെ അറിയുന്നത് ആ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോ TV ചാനൽ കണ്ടപ്പോ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ പണം കൊടുത്ത ലക്ഷ്മി നായരല്ല സരിത നായരാണിതെന്ന് ഭാര്യ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ തട്ടിപ്പാണ്, ഏറ്റവും വലിയ ഗൂഢാലോചനയാണ്. ഒരു മാധ്യമ പ്രവർത്തകനെ കൂട്ടുപിടിച്ച് ജനാധിപത്യത്തോടെ കടന്നു വന്ന ഈ രാജ്യത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഭാരം ചുമക്കുന്നവരെയും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട മുഖ്യമന്ത്രിയെ കുലിശിലാക്കുന്നതിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഈ പാറമട ശ്രീധരൻ നായരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതും പാളിപ്പോയി. പാറമട ശ്രീധരൻ നായരും പാളിപ്പോയി. പിന്നെ അവസാനം ഇവർ പറഞ്ഞു എന്താണ്? സോളാർ കേസിനകത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഇവർ കേരളത്തിലെ ജനങ്ങൾ നിയമസഭയിൽ വെച്ച് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് CC ക്യാമറ ദൃശ്യം പരിശോധിക്കണം. ശ്രീധരൻ നായരും അതുപോലെ തന്നെ സരിത നായരും അവിടെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തോമസ് ഐസക്കും അതുപോലെ തന്നെ നേതാക്കന്മാരും പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു നിങ്ങൾ പരിശോധിക്കണം. ഇനി എന്റെ ഓഫീസിലുള്ള വെബ്സൈറ്റ് അതുപോലെ തന്നെ CCTV അതിലൊക്കെ തന്നെ വെബ് ക്യാമറക്ക് റെക്കോർഡിംഗ് സംവിധാനമില്ല. ഓഫീസിനകത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം ഈ തലശ്ശേരി അങ്ങാടിയിലെ ഏതെങ്കിലും സദാക്കന്മാർക്ക് എന്നെ കരുതുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കുറിച്ച് ഒന്ന് അറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ www.kerala.gov.in എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് നമുക്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ തലശ്ശേരി അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിനകത്ത് പോയി ഇന്റർനെറ്റ് കഫയിൽ പോയി നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനകത്ത് ഇപ്പോൾ ആര് വന്നിരിക്കുന്നു, ആര് പോയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞു റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? CCTV ക്യാമറ പരിശോധിക്കാമെന്ന് പറഞ്ഞു. എന്താണ് CCTV ക്യാമറയിനകത്ത് 14 ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യൂ. കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ 2 പ്രദേശങ്ങളിലുമായി 28 CCTV ക്യാമറകളുണ്ട്. ആ ക്യാമറകൾ വരുന്ന കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് 14 ദിവസം മാത്രമേ നിൽക്കൂവെന്ന് ആ CCTV ക്യാമറ സ്ഥാപിച്ചത് 2009 കെലക്ട്രോണാണ്. ആരാണെന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഇളമന കരീമാണ് ആ CCTV ആ സെക്രട്ടേറിയറ്റിന്റെ 28 സ്ഥലങ്ങളിലും CCTV ക്യാമറ വെച്ചത്.
ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല. അവസാനം കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു, ഞാനൊരു അന്വേഷണ സംഘത്തെ വെക്കാം. പിറ്റേ ദിവസം പറഞ്ഞു, കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരാണല്ലോ ആക്ഷേപം ഉന്നയിച്ചത് പിണറായി വിജയനോട്. അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു, ഞാൻ 3 ആളുകളെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ ഏറ്റവും ഇന്റലക്ച്വലായ 3 ആളുകളെ ഞാൻ 2 ആളുകളെ ഗവൺമെന്റ് സെലക്ട് ചെയ്യുന്നു. ഒരാളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് അതിനകം കമ്മിറ്റിയിലേക്ക് വെക്കാമെന്ന് പിണറായി വിജയനോട് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി 2 ആളുകളെയാണ് സദസ്സിൽ പ്രിയപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. വിജയരാഘവൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടെക്നോ പാർട്ടിനകത്ത് അല്ലെങ്കിൽ ഏറ്റവും ഇന്റലക്ച്വലായിട്ടുള്ള IT രംഗം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിജയരാഘവൻ എന്ന് പറയുന്ന മനുഷ്യൻ. നായനാർ കേരളം ഭരിക്കുന്ന സമയത്ത് ടെക്നോളജിയുടെ CEO ആയി പ്രവർത്തിച്ചവരാണ് ഈ വിജയരാഘവൻ. ആ വിജയരാഘവൻ കോൺഗ്രസുകാരനല്ല, UDF-കാരനല്ല, ഉമ്മൻചാണ്ടിയുടെ ആളല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല, അദ്ദേഹത്തിന് വെക്കാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രണ്ടാമത് മറ്റൊരാളാണ് അച്യുത് ശങ്കർ എന്ന് പറയുന്ന ഏറ്റവും വലിയ MA ദേവി കേരളം ഭരിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അകത്ത് അംഗമായി നിയമിച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മെമ്പറായി വെച്ചിട്ടുള്ള അച്യുത് ശങ്കറാണ് രണ്ടാമത്തെ ആള്. അച്യുത് ശങ്കറും കോൺഗ്രസോ, അച്യുത് ശങ്കറും UDF-ഓ, അച്യുത് ശങ്കർ ലീഗോ, PMD-യോ JSF-ഓ അല്ല. ആ അച്യുത് ശങ്കറിനെയും വെച്ചു അവസാനം പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾ ഒരാളെ വെക്കണം. പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ വെക്കില്ല, ഉമ്മൻചാണ്ടി രാജിവെക്കണം, അതാണ് നമ്മുടെ ഡിമാൻഡ്. ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഭരണവും രാജിവെച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകൂ, ഞങ്ങളെ ഒരാളെ തരില്ല എന്ന് പറയുന്ന പിണറായി വിജയനോട് ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോ ഒരാളെ പോലും വെക്കാൻ സാധിക്കാതെ പിണറായി വിജയ, എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ചിപ്പപ്പട്ടാമസ് പോലുള്ള ഒരു നേതാവുണ്ടല്ലോ, EP ജയരാജനെ പോലുള്ള മന്നബുദ്ധിയ ഒരു നേതാവിനെയെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് വെച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ MP ജയരാജൻ എന്ന് പറഞ്ഞ ചുണ്ടൻ ജയരാജനെ വെച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ ആളുകളെ കൊന്നെടുക്കുന്ന P ജയരാജൻ എന്ന് പറയുന്ന വെട്ടുകൊണ്ട് ജയരാജനെ വെക്കാൻ നിങ്ങൾക്ക് തയ്യാറായിരുന്നു? എന്നിട്ട് കഴിയാതെ അവസാനം ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് നാണവും മാനവും ഉളുപ്പമില്ലാതെ പറയുന്ന പിണറായി വിജയന്റെ വാക്ക് കേട്ടുകൊണ്ട്, കോടിയേരിവാരിൽ നിന്ന് വാക്ക് കേട്ടുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ടവരെ രാജിവെക്കണമോ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അങ്ങനെ രാജിവെക്കുന്ന ഒരു ഗവൺമെന്റല്ല ഈ ഗവൺമെന്റ്. ആരോപണങ്ങളുടെ കരശൈലികൾ ഒരുപാട് വന്നു. ഏറ്റവും ഒടുവിലായി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP-യുടെ ചരക്കുണ്ട്. വായി തുറന്നാൽ മാത്രം കളവ് പറയുന്ന സുരേന്ദ്രൻ, ഒരുപറ്റം മാധ്യമങ്ങൾ ഉയർത്തിവിട്ട സുരേന്ദ്രന്റെ കളവ് പണ്ടേ സുരേന്ദ്രൻ പറയും. എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ പറയും, തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ കോടതിയിൽ വെച്ച് കാണാം. അവസാനം തോറ്റ് തൊപ്പിയിട്ട് യോധ സിനിമയിലെ നമ്മൾ ജഗതി പറയും പോലെ കാവിലെ പാട്ട് മത്സരത്തിൽ കാണാൻ എന്ന് പറയുന്ന BJP-യുടെ നേതാവ് സുരേന്ദ്രൻ